ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ കളിയിൽ 43 റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം T20യിൽ 7 വിക്കറ്റിന്റെ ജയമാണ് നേടിയത്. ഇതോടെ ഗൗതം ഗംഭീർ പരിശീലകനായി അരങ്ങേറ്റം കുറിച്ച പരമ്പര ആധികാരികമായി സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇനി ഒരു കളിയാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത്. ചൊവ്വാഴ്ചയാണ് ഈ മത്സരം. ആദ്യ 2 കളികളും ജയിച്ച് പരമ്പര ഇതിനകം നേടിക്കഴിഞ്ഞതിനാൽ അവസാന T20 ഇന്ത്യയെ സംബന്ധിച്ച് അപ്രസക്തമാണ്. ഇതിനാൽ ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനുള്ള അവസരമായാകും ഇന്ത്യ ഈ കളി കാണുക. നിലവിൽ 15 അംഗ സംഘവുമായാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്ക് എത്തിയിരിക്കുന്നത്. 12 പേർക്കാണ് ആദ്യ 2 കളികളിലായി പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചത്. അതായത് 3 കളിക്കാർക്ക് ഇതുവരെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടാനായിട്ടില്ല. ഈ 3 പേർക്കും അവസാന കളിയിൽ ഇന്ത്യ അവസരം നൽകുമെന്നാണ് സൂചന. ഇതോടെ ആരൊക്കെയാവും ടീമിൽ നിന്ന് പുറത്താവുക എന്നും ആരൊക്കെ ടീമിൽ എത്തുമെന്നും നോക്കാം. ഇത്തവണത്തെ T20 ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന താരമാണ് ശിവം ദുബെ. മീഡിയം പേസ് ഓൾറൗണ്ടറായ ദുബെ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടെങ്കിലും ആദ്യ 2 കളികളിലും ബെഞ്ചിലിരുന്നു. എന്നാൽ അവസാന കളിയിൽ താരം ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. ദുബെ വരികയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യയ്ക്കോ അക്സർ പട്ടേലിനോ ഇന്ത്യ ടീമിൽ നിന്ന് വിശ്രമം അനുവദിച്ചേക്കും. ഇക്കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിൽ ഉജ്ജ്വല പ്രകടനമായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിൻ്റേത്. ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ T20 പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന്റെ പ്രധാനിയായിരുന്ന സുന്ദർ ഈ പരമ്പരയിലെ മികച്ച താരമായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ പ്രകടനമാണ് ഗൗതം ഗംഭീറിന്റെ T20 ടീമിൽ അദ്ദേഹത്തിന് ഇടം നൽകിയതും. എന്നാൽ ശ്രീലങ്കൻ പരമ്പരയിൽ ആദ്യ 2 കളികളിലും പ്ലേയിങ് 11-ൽ താരത്തിന് ഇടം ലഭിച്ചില്ല. പരമ്പര ഇന്ത്യ ഇതിനകം സ്വന്തമാക്കിയ സാഹചര്യത്തിൽ അവസാന കളിയിൽ സുന്ദറെ ഇന്ത്യ കളിപ്പിച്ചേക്കും. സുന്ദർ ടീമിൽ എത്തിയാൽ റിയാൻ പരാഗോ അക്സർ പട്ടേലോ ടീമിൽ നിന്ന് പുറത്തായേക്കും. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിലുണ്ടായിട്ടും ഒരു മാച്ചിൽ പോലും അവസരം ലഭിക്കാത്ത മറ്റൊരു ഇന്ത്യൻ താരമാണ് ഖലീൽ അഹമ്മദ്. ഇടം കയ്യൻ പേസറായ ഖലീൽ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ റിസർവ് താരങ്ങളിൽ ഒരാളായിരുന്നു. ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞതിനാൽ അവസാന T20യിൽ ഖലീലിനെ ഇന്ത്യ കളിക്കാൻ ഇറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഖലീൽ ടീമിൽ എത്തുകയാണെങ്കിൽ അർഷ്ദീപിനോ മുഹമ്മദ് സിറാജിനോ അവസാന കളിയിൽ വിശ്രമം ലഭിച്ചേക്കും. അതേസമയം സഞ്ജുവിന് രണ്ടാം T20യിൽ അപ്രതീക്ഷിതമായി അവസരം ലഭിച്ചതിനാലും അതിൽ ആദ്യ പന്തിൽ തന്നെ ഔട്ട് ആയതുകൊണ്ടും സഞ്ജുവിന് ഇനിയൊരു അവസരം നൽകുമോ എന്നതിൽ സംശയമാണ്. ഓപ്പണിംഗിൽ ഇറങ്ങിയ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നത് സഞ്ജുവിന്റെ കരിയറിനെ വരെ ബാധിച്ചേക്കും എന്നാണ് ആരാധകർ വരെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും 3-ാം പോരാട്ടത്തിൽ ഇന്ത്യ ആരെയൊക്കെ കളിക്കളത്തിൽ ഇറക്കും എന്ന് കാത്തിരുന്ന് തന്നെ അറിയാം.